സ്വയം കണ്ടെത്തുക, ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ ഇതുവരെ സ്വയം കണ്ടെത്തിയിട്ടില്ലാത്ത ആളുകളുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടി വരും. സ്വയം ജീവിക്കുക, ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായവരെ ആശ്രയിച്ച് അവസാനം ജീവിക്കാൻ മറന്നുപോകും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു തുടങ്ങുന്നത് എന്നോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി നാം മാറുന്നു. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. വേദനിക്കുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിനും കിട്ടില്ല. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ മറ്റൊരാൾക്കും മനസ്സിലാകണമെന്നില്ല എന്ന ചിന്തയിൽ നിന്ന് പിറവിക്കൊള്ളുന്നതാണ് മൗനം. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്താവുക എന്നാണ്. സ്വയം തിരിച്ചറിയുവാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുവാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദനായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടമാരംഭിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും നിങ്ങൾ തോൽക്കേണ്ടി വരുന്നു. ചിന്തിക്കാതെ സംസാരിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, സത്യമറിയാതെ ഊഹിക്കരുത്. നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്കും വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വന്നാൽ നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മാത്രം മതിയാകും. സമ്പത്തിൻ്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് സമാധാനമാണ്. ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്, വിശ്വാസം. ഇവ രണ്ടും നഷ്ടപ്പെടുത്താതെ നോക്കണം. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനൊന്നും ഒരു പുനർജന്മമില്ല എന്നുള്ളതാണ് സത്യം. സ്നേഹിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ ഉറപ്പായും അധിക ചിന്തകളുണ്ടായിരിക്കും. വിജയികളുടെ കഥ മാത്രം വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ പരാജിതരുടെ കഥകൾ കൂടി വായിക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം കൂടി ലഭിക്കും. പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം. ജീവിതത്തിലൂടെയേ പഠിക്കാനാവും. അടുത്ത നിമിഷം എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷേ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ മൂല്യം. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്നതല്ല അർത്ഥം. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തുവയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് സ്വന്തം അഭിമാനം പണയം വയ്ക്കുന്നതിലും തുല്യമാണ്. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ നമ്മുടെ ഓർമ്മകളിൽ വന്ന് കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ എപ്പോഴും ഓർക്കാൻ ആരെയും നിർബന്ധിക്കരുത്. നിശബ്ദത പാലിക്കുക. അവരുടെ ജീവിതത്തിൽ നിങ്ങളില്ലാതെ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.